നമസ്കാരം. ഭക്തമാനസം ചാനലിലേക്ക് എൻ്റെ എല്ലാ കഥാപ്രേമികളെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പറയാൻ പോകുന്നത് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവ കഥയെ പറ്റിയാണ്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന പുരാതനവും ചരിത്ര പ്രസിദ്ധവുമായ ക്ഷേത്രമാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം അഥവാ ചെങ്ങന്നൂർ ഭഗവതി ക്ഷേത്രം എന്നറിയപ്പെടുന്നതും ഇതേ ക്ഷേത്രം തന്നെയാണ്. ഹൈന്ദശൈവ വിശ്വാസപ്രകാരം മൃത്യുവിജയിയായ പരമശിവനും ആദിപരാശക്തിയായ ശ്രീപാർവതിയുമാണ് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠകൾ. മഹാദേവനെ കിഴക്കുഭാഗത്തേക്കും ഭഗവതിയെ പടിഞ്ഞാറ് ഭാഗത്തേക്കും അഭിമുഖമായി ഒരേ ശ്രീകോവിലിൽ അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഭഗവതിക്ക് ശിവനേക്കാൾ പ്രസിദ്ധിയുണ്ട് എന്ന പ്രത്യേകതയും ഇവിടെയുണ്ട്. ചെങ്ങന്നൂർ ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന വഞ്ചിപ്പുഴ തമ്പുരാക്കന്മാരുടെ കാലത്താണ് ഇന്ന് കാണുന്ന രീതിയിൽ ക്ഷേത്ര നിർമ്മാണം നടത്തിയത് എന്ന് അനുമാനിക്കുന്നു. കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ കുംഭസംഭവ മന്ദിരം എന്നു പ്രതിപാദിച്ചിരിക്കുന്നത് ചെങ്ങന്നൂർ ക്ഷേത്രത്തെയാണ്. എന്നാൽ മഹാദേവനേക്കാൾ ഭഗവതിക്ക് പ്രാധാന്യമുള്ള ക്ഷേത്രമാണിത്. ആദിപരാശക്തിയായ ഭഗവതി, സ്വയംവര പാർവതി, മഹാകാളി, സതി തുടങ്ങിയ ഭാവങ്ങളിൽ ഇവിടെ ആരാധിക്കപ്പെടുന്നു. ഇവിടത്തെ പാർവതിയുടെ തൃപ്പൂത്താറാട്ട് പ്രസിദ്ധമാണ്. ചെങ്ങന്നൂരമ്മ രജസ്വലയാകുന്നു എന്ന സങ്കല്പത്തിലാണിത്. തുടർന്ന് 12 ദിവസത്തെ ഭഗവതി ദർശനം സർവ ഐശ്വര്യത്തിനും ആഗ്രഹ സാഫല്യത്തിനും ഉത്തമമാണ് എന്നാണ് വിശ്വാസം. നിരവധി ഐതിഹ്യ കഥകളാൽ സമ്പന്നമാണ് ചെങ്ങന്നൂർ ക്ഷേത്രം. ശിവപാർവതി വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് അവയിൽ ഏറ്റവും പ്രസിദ്ധം. പാർവതി പരമേശ്വരന്മാരുടെ വിവാഹത്തിൽ ബ്രഹ്മാവ്, വിഷ്ണു, ഇന്ദ്രൻ, ലക്ഷ്മി, സരസ്വതി തുടങ്ങിയ ദേവീദേവന്മാരുടെയും മഹർഷിമാരുടെയും ഒരു നീണ്ട നിര തന്നെ പങ്കെടുത്തിരുന്നു. ഇവരുടെ എല്ലാം ഭാരം കാരണം ഭൂമി ചരിഞ്ഞു പോകുമോ എന്നായിരുന്നു എല്ലാവരുടെയും ഭയം. അപ്പോൾ ഭഗവാൻ ഇതിനൊരു പരിഹാരമായി അഗസ്ത്യമുനിയെ തെക്കുഭാഗത്തിരുത്തി. ഉയരം കുറഞ്ഞ ശരീരപ്രകൃതിയുള്ള അഗസ്ത്യമുനിക്ക് എങ്ങനെ ഭൂമിയുടെ ചരിവ് പരിഹരിക്കാനാകുമെന്നായിരുന്നു ദേവന്മാരുടെ സംശയം. എന്നാൽ തെക്കുഭാഗത്തെ ശോണാദ്രിയിൽ തപസ്സിരുന്നുകൊണ്ട് അഗസ്ത്യമുനി ഭൂമിയെ ചരിയാതെ നിലനിർത്തി. തൻ്റെ ദിവ്യ ദൃഷ്ടി കൊണ്ട് മുനി ശിവപാർവതി പരിണയം കണ്ടു. വിവാഹശേഷം ഭഗവാൻ പാർവതി സമേതനായി അഗസ്ത്യമുനിയെ കാണാൻ ശോണാദ്രിയിലെത്തി. അവിടെ വെച്ച് ദേവിക്ക് ഋതുവുണ്ടാവുകയും തുടർന്ന് ഋതുശാന്തി വിവാഹം നടത്തുകയും ചെയ്തു. അങ്ങനെ അഗസ്ത്യ മഹർഷിക്ക് ശിവപാർവതി സ്വയംവരത്തിൽ പങ്കെടുക്കാത്തതിലുള്ള ദുഃഖം തീർന്നു കിട്ടി. ഋതുശാന്തി കല്യാണം നടന്ന സ്ഥലത്താണ് ക്ഷേത്രത്തിലെ ദേവീ ചൈതന്യം പ്രസരിക്കുന്ന ശക്തിതീർത്ഥം എന്നറിയപ്പെടുന്ന തീർത്ഥക്കുളം ഉള്ളതെന്നാണ് ഐതിഹ്യം. ഈ കുളത്തിന്റെ അടിയിൽ ഋതുശാന്തി കല്യാണം നടത്തിയ അഗസ്ത്യരുടെ ഹോമകുണ്ഡത്തിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടെന്നാണ് സങ്കല്പം. ഇവിടെയാണ് മീനോട്ട് വഴിപാട് നടത്തുന്നത്. തനിക്ക് പൂജ നടത്താൻ എന്നും കുടികൊള്ളണമെന്ന അഗസ്ത്യ മഹർഷിയുടെ അഭ്യർത്ഥനയെ തുടർന്ന് ശിവപാർവതിമാർ സ്വയംഭൂവായി ചെങ്ങന്നൂരിൽ അവതരിച്ചു. ഇതാണ് ഇന്ന് ക്ഷേത്രത്തിന്റെ വടക്കുകിഴക്കു ഭാഗത്ത് കാണപ്പെടുന്ന മൂലക്ഷേത്രമായ കുന്നത്ത് മഹാദേവ ക്ഷേത്രം. ചെങ്ങന്നൂർ ക്ഷേത്ര ദർശനം പൂർണ്ണമാകണമെങ്കിൽ ഇവിടെയും ദർശനം നടത്തണം എന്നത്രേ സങ്കല്പം. പരശുരാമൻ സ്ഥാപിച്ച 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണിത് എന്നാണ് വിശ്വാസം. കാലം പിന്നിട്ടപ്പോൾ ക്ഷേത്രം കത്തി നശിക്കുകയും പിന്നീട് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കാലത്ത് തഞ്ചാവൂരിൽ നിന്ന് വന്ന തച്ചന്മാർ ഈ ക്ഷേത്രം മനോഹരമായി പുനർനിർമ്മിക്കുകയും ചെയ്തു. തീപിടുത്തത്തിൽ നശിക്കാതെ അവശേഷിച്ച ശ്രീകോവിലിൽ പുതിയ ക്ഷേത്രത്തിന്റെ ഭാഗമാക്കി. തികച്ചും കേരളീയ ശൈലിയിൽ നിർമ്മിച്ച 3 നിലയുള്ള ക്ഷേത്രഗോപുരമാണ് ഇവിടെയുള്ളത്. രജസ്വലയാകുന്ന ദേവിയാണ് ഈ ക്ഷേത്രത്തെ സംബന്ധിക്കുന്ന മഹാത്ഭുതം. ദേവി രജസ്വലയാകുന്നതോടെയാണ്
തൃപ്പൂത്താറാട്ട് ഉത്സവം ആരംഭിക്കുന്നത്. പൂജാസമയത്ത് ദേവിയുടെ ഉടയാടകളിൽ രജസ്വലയാകുന്നതിന്റെ അടയാളങ്ങൾ കണ്ടാൽ പിന്നെ 3 ദിവസത്തേക്ക് നടയടക്കുകയും 4-ാം ദിവസം ദേവിയെ ആഘോഷപൂർവ്വം കൊണ്ടുപോയി മിത്രപുഴയിൽ ആറാട്ട് നടത്തി കടവിലെ കുളിപ്പുരയിൽ ആനയിച്ചിരുത്തുകയും ചെയ്യുന്നു. അതിനുശേഷം പിടിയാന പുറത്ത് എഴുന്നള്ളിക്കും. അന്നേരം മഹാദേവനും ദേവിയെ കാണാനായി എഴുന്നള്ളും. ഭക്തർ പറയും നെയ്വിളക്കും കാണിക്കയും പൂക്കുലയുമായി ഭഗവതിയെ എതിരേൽക്കാൻ നിൽക്കുന്നു. ആഗ്രഹ സാഫല്യത്തിനും സന്താനലബ്ധിക്കും വിവാഹം നടക്കാനുമാണ് തൃപ്പൂത്താറാട്ട് ദിനത്തിലെ പ്രാർത്ഥനകൾ കൊണ്ട് സാധിക്കുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. ധനുമാസത്തിലെ തിരുവാതിര നാളിൽ ആരംഭിച്ച് മകരമാസത്തിലെ തിരുവാതിര വരെ നീളുന്ന 28 ദിവസത്തെ തിരുവുത്സവമാണ് ഇവിടത്തെ മറ്റൊരു പ്രധാന ആഘോഷം.